അപ്പോൾ ആൻറ്റിയുടെ ഒരു 5 ബെസ്റ്റ് ക്വാളിറ്റി ആൻറ്റിക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ള ഒരു കുറച്ച് മോശം ആയിട്ടുള്ള ആൻറ്റിയുടെ കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും? അതെ, പെട്ടെന്ന് ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആവും. അതായത് ഇൻ കേസ് ഇപ്പം എൻ്റെ ഒരു ഫോൺ ഇപ്പം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതൊരു മേജർ കാര്യമാണ്, ബട്ട് എനിക്കപ്പോൾ അത് കൂളായിട്ട് നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പാടാം. കാരണം ഞാൻ പെട്ടെന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആവും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ ഡൗൺ ആകും. അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചതായിരിക്കും. അല്ല അത് ഓൾറെഡി പോയതാ പോയി ഫോൺ ആ ഒരു സ്ട്രെസ്ഡ് ഔട്ട് ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അത് എനിക്കത് ഭയങ്കരമായിട്ട് അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. ഫോൺ പോയ എല്ലാരും അങ്ങനെ ആവും ആന്റി, അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ സ്റ്റിൽ എല്ലാരും പറയുന്ന റീന യു ഹാവ് ടു കൺട്രോൾ, ബട്ട് ഹൗ കാൻ ഐ കൺട്രോൾ മൈ ഇമോഷൻസ്, മൈ വാല്യുബിൾ സ്റ്റഫ് എന്ന് വെച്ചാൽ ബാങ്ക് എല്ലാം അതിലല്ലേ. അപ്പൊ ടെൻഷൻ അടിക്കാതിരിക്കുന്നതാണ് അബ്നോർമൽ. അപ്പൊ ആ ഒരു ഇതില് അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഞാൻ ഓവറായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആകും. ഞാൻ എല്ലാത്തിനും ഫാസ്റ്റ് മൂവ്മെന്റാ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഒരു വർക്ക് തീർക്കണം, എനിക്ക് ആ ടൈമിൽ തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ഔട്ടാണ്. അതെനിക്ക് തോന്നുന്നു അതൊന്ന് മാറ്റിയെടുത്താൽ കൊള്ളാം എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. അതുകൊണ്ട് വർക്ക്സ് എല്ലാം കറക്റ്റ് സമയത്ത് നടക്കാറുണ്ടല്ലോ. അതെ, എല്ലാം പെർഫെക്റ്റ്. പക്ഷെ എനിക്ക് ആ വർക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും, വിറയല് പോലെ. ഞാൻ അയ്യോ ഇത് തീർന്നില്ലല്ലോ, യു ഹാവ് ടു. ഇപ്പം ഞാനിപ്പോൾ ഡെപ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ കീഴിൽ ആൾക്കാരുണ്ട്, എനിക്ക് 2-3 ആൾക്കാരെ തന്നിട്ടു. അപ്പം ഞാൻ അവരോട് പറയുമ്പോൾ യു ഡിഡ്ന്റ് ഫിനിഷ് ദ വർക്ക് ഓൺ ദ റൈറ്റ് ടൈം. അപ്പോൾ എനിക്കിഷ്ടമല്ല അങ്ങനെ പറയാൻ, ബട്ട് ഐ ഹാവ് ടു സേ ടു ദം. അപ്പോൾ അതെനിക്ക് കുറച്ച് വിഷമമായിട്ടുള്ളൊരിതാണ്. ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ടൈം അതെനിക്കൊരു വിഷമമാണ്. ഗുഡ് ക്വാളിറ്റീസ് ആന്റിക്ക് തന്നെ തോന്നിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഐ ആം ദ ജെന്യുവിൻ പേഴ്സൺ എവർ ഐ മീറ്റ് ഇൻ മൈ ലൈഫ്, റീന ജോൺ. ഭയങ്കര സത്യസന്ധത, ജെനുവിനിറ്റി, കോൺഫിഡൻസ്. പിന്നെ അത് ഞാനിങ്ങനെ പൊക്കി പറയുന്നെന്ന് വിചാരിക്കരുത്, ബട്ട് ഐ നെവർ എവർ ആസ്ക് എനി വൺ ടു ഡു മീ എ ഫേവർ. ദാറ്റ് ഈസ് മൈ ഡിസഡ്വാൻറ്റേജ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, കാരണം ഐ നെവർ എവർ ആസ്ക്. കാരണം ഞാൻ എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെക്കുന്ന വ്യക്തി. അങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ടോ? അങ്ങോട്ടേക്ക് കൊടുക്കും, പക്ഷെ ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ എനിക്കൊരു വിഷമമാണ്. ഞാൻ ഓർക്കും ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഉപദ്രവിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു തോന്നൽ എന്നെ വേട്ടയാടും. അപ്പം അങ്ങനെയുള്ള അതെനിക്ക് തോന്നുന്നില്ല അതൊരു ഗുഡാണോ ബാഡാണോ എന്ന് ഞാൻ ഇനി പഠിക്കണം. അതൊക്കെയാണ് അപ്പൊ ആന്റിയുടെ നല്ല ക്വാളിറ്റി. നല്ലൊരു പങ്ക്ച്വാലിറ്റിയാണ്, ഹാർഡ് വർക്ക്. അതെ, ഇന്ന് ഇന്റർവ്യൂസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതൊക്കെ ആദ്യമാ. 1 മണി പറഞ്ഞിട്ട് 12:30 ഞാൻ പങ്ക്ച്വാലിറ്റിയാ. എനിക്ക് ആ സ്പോട്ടിൽ എത്തിയിരിക്കണം. ഞാൻ ഒരാളിന് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വാക്കാം. ഒരിക്കലും അതിൽ നിന്ന് ഞാൻ എനിക്ക് ആ പങ്ക്ച്വാലിറ്റി, പിന്നെ അതുപോലെ പറഞ്ഞ വാക്ക് പാലിക്കുക, അതെനിക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യം. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് മുമ്പെങ്കിലും എത്തും. എൻ്റെ ലൈഫിൽ അറിയില്ല നൂർജഹാൻ, ഞാൻ എൻ്റെ വർക്കിൽ 19 years ഐ നെവർ എവർ ലേറ്റ് ഇൻ മൈ വർക്ക്, നെവർ. എൻ്റെ മാനേജർ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ലേറ്റ്നെസ് ഒരിക്കലും ഇല്ല, അറ്റൻഡൻസ് എല്ലാം. എനിക്കതുകൊണ്ട് അത് 500 pounds എന്തോ കിട്ടി അത് അവരിൽ നിന്ന്. അപ്പോൾ അവരിങ്ങനെ ആ സർട്ടിഫിക്കറ്റ് തരും. അടിപൊളി. അപ്പോൾ കറക്റ്റ് പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. പെർഫെക്റ്റ്. ഈ UK-ലൊക്കെ ആയി അവിടെ നല്ല ജോബൊക്കെ ആണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇതേപോലെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വിളിച്ചിട്ട് എനിക്ക് ഇതേപോലെ ഒരു ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ട്, അങ്ങനെയൊക്കെ പൈസ കൊടുക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ കൊടുക്കാറില്ല. ഇല്ല, അത് ഞാൻ സത്യസന്ധം ഇല്ല. പക്ഷെ എനിക്കറിയില്ല അവരെ. പിന്നെ ഞാൻ ചെയ്യും, അത് എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കാണാതെ ഒരാൾ എനിക്കിങ്ങനെയാണ് അങ്ങനെ, അതെനിക്ക് എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നില്ല. അപ്പം കാണാത്ത ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കാണുന്നു, പ്രസൻസിൽ ഐ എം ഹാപ്പി ടു ഡു. നോ പറയേണ്ടടുത്ത് നോ പറയും. അതെ. ആ ക്വാളിറ്റി പണ്ട് മുതലേ ഉള്ളതാണോ അതോ ആക്കിയെടുത്തതാണോ? ആക്കിയെടുത്തതാ. പണ്ട് നോ പറയാൻ ഭയങ്കര വിഷമമായിരുന്നു. അതാണ് എന്നെ ഒരു ജീവിതം പഠിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ നോ പറയേണ്ടടുത്ത് ഞാൻ നോ തന്നെ പറയും. അപ്പോൾ പണ്ട് ഇതേപോലെ ആളുകൾക്ക് പൈസ കടം കൊടുത്ത് പ്രശ്നം കിട്ടിയത് കൊണ്ടാണോ പിന്നീട് ഇത് പറയുമ്പോൾ നോ പറയുന്നത്? ഇല്ല, പൈസയുടെ കാര്യത്തിലല്ല. പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇപ്പം
ഇപ്പം ഇത് തന്നെ ഇപ്പോൾ എൻ്റെ സെക്കൻഡ് മാരേജ് തന്നെ അതൊരു നോ പറയേണ്ട സ്ഥലത്ത് ഞാൻ എസ് പറഞ്ഞിട്ട് അങ്ങനെ പോയ അപ്പോൾ പല ഇൻസിഡൻസ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പൈസയുടെ കാര്യവും ആകാം, അതുമുണ്ട്. അല്ലാതെയും ഇപ്പം നോ പറയേണ്ടിടത്തോ ഇല്ല ഓക്കെ ഇടാ ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു സിമ്പതി രൂപേണ പോകുമ്പോൾ അത് തിരിച്ച് നമുക്കൊരു നെഗറ്റീവ്നെസ് വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഞാൻ പഠിച്ചു, എസ് പറയേണ്ടിടത്ത് എസ്സും നോ പറയേണ്ടിടത്ത് നോ തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇതേപോലെ വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ചിലരുടെയൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് നാട്ടിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടമാണ്. എന്താണ് വിജയശ്രീ എന്ന് എനിക്ക് കുറെ പേരുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. വിജയശ്രീ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ ഭർത്താവ് നിങ്ങൾ മതി ഒരു മുഴം തന്നാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. ഇപ്പൊ ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടുക, ഒരു സ്ലീവ്ലെസ് ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിക്ക് പ്രശ്നമില്ലെങ്കിലും നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർക്കായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കായിരിക്കും പ്രശ്നം, നമ്മുടെ സൊസൈറ്റിക്കായിരിക്കും പ്രശ്നം. അപ്പം ആന്റിയുടെ വീഡിയോസിൽ വരുന്ന ഇതേപോലെ കമന്റ്, ഈ ഒരു സംഭവം വെച്ചത് കൊണ്ട് തന്നെ ആളുകൾ ഇരുന്ന കമന്റാ. പണ്ടൊക്കെ ഇവരുടെ വീട്ടുകാർ ഇത് കാണില്ലേ, അങ്ങനെ കമന്റ്സ് വരാറില്ലായിരുന്നു. അയ്യോ ഒരു മകനാ ഉള്ളത്, മോനെങ്കിലും ഓർത്തേ ഇതെല്ലാം ഒന്ന് നിർത്തി വെച്ച് വല്ല ഭജനയ്ക്ക് പോവോ നിങ്ങൾ? വല്ലയിടത്തും പോവോ? ഭജനയ്ക്ക് പോവോ? ഞാൻ ഭജനയല്ലേടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് സമൂഹത്തിൽ നമുക്കൊരു സ്ലീവ്ലെസ് ഇട്ടുകൂടാ, ഒരു ഇറക്കമുള്ള ഡ്രസ്സ്, കുറഞ്ഞ ഡ്രസ്സ് ഇട്ടുകൂടാ? അതൊന്നും ഒരു മഹാപാപമോ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എന്തിടണം, അവർക്ക് ബോഡിക്ക് ചേരുന്ന തരത്തിൽ ഒരു ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞാൽ അത് അവർ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവരത് സമൂഹത്തിൽ ചെയ്യുന്ന ഒരു പാപമായിട്ടോ ഒന്നും കരുതേണ്ട. ആ സമൂഹത്തിലെ ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ അതെന്തുകൊണ്ട് അവരത് ഇപ്പോഴും ആ ഒരു ആ ഒരു പഴയ രീതിയിൽ തന്നെ നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ഇടുന്നതല്ലാണ്ട് ഈ റിലേറ്റീവ്സോ ഫാമിലിയിലുള്ളവരോ മോനോ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്മ അങ്ങനെ ചെയ്യരുത്? ഇല്ല, എന്റെ മോൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. റിലേറ്റീവ്സിനെ ഞാൻ കണക്കിൽ പെടുത്താറില്ല. ഇഷ്ടമില്ലാത്തതല്ല, അവരെന്തെങ്കിലും എൻ്റെ ഒരു സ്വഭാവം നെഗറ്റീവ് എവിടെയാണോ വരുന്നത് ഞാൻ അവിടെ നിന്ന് സ്കൂട്ട് ചെയ്തങ്ങ് പോകും. താങ്ക് യു, ബൈ. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇട കൊടുക്കാറില്ല. കാരണം നമ്മൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. ഞാൻ പറയുന്ന പോയിന്റ് അവർ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല. പിന്നെ ഒരു ആർഗ്യുമെന്റിന് ഞാൻ ഒരിക്കലും തയ്യാറല്ല. ആർഗ്യുമെന്റ് ചെയ്ത് ഒരാളിനെ മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യവുമില്ല. അപ്പൊ അവർക്ക് മനസ്സിലാകണം, ഓ ഇതാണ് അല്ലെങ്കിൽ ഇത് സമൂഹത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു മാറ്റമാണ് എന്ന് അവർ സ്വയമായിട്ട് തോന്നി ചെയ്താൽ മാത്രമേ അതിൽ സക്സസ്ഫുൾ ആവുള്ളൂ. പിന്നെ ചിലരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആരെങ്കിലും സ്ലീവ്ലെസ് ഇട്ടോ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടോ നോക്ക് അയ്യോ ഇങ്ങോട്ടു അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും. ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കുമല്ലേ, കുറച്ചും കൂടെ ഇറക്കം കുറഞ്ഞ ഇടട്ടാ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പോകും. അപ്പം അത് അവരുടെ ഇതല്ല. അപ്പം അവർക്ക് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള പണ്ടത്തെ ആ സമൂഹം ഇനിയും മാറേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ തമാശയായിട്ട് പറയാം, ഞാൻ പോയി എല്ലാവരും കുറച്ചും കൂടെ ചെറുതിടുക കേട്ടോ, കൊച്ചു കള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും. കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇപ്പം ഡ്രസ്സ്. ഇപ്പം എല്ലാം മറച്ച് തന്നെ ഇടണം എന്നില്ലല്ലോ.